ഡിയർ ഫ്രണ്ട്സ്, അനേകം ഗുണങ്ങളുള്ള മണിച്ചോളത്തിൻ്റെ പുട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റും ഗുണവുമാണ് ഈ പുട്ടിന്. 1 കപ്പ് കടലമാവ്, 1 കപ്പ് മണിച്ചോളം, രണ്ടും കൂടി പുട്ടിന് വറുക്കും പോലെ വറുത്തെടുത്ത് ചൂടോടെ തന്നെ മാവ് കുഴച്ചെടുക്കണം. കൈകൊണ്ട് പിടിച്ചാൽ കൈക്കുള്ളിൽ ഒതുങ്ങി വരും. ഇതാണ് പുട്ടിൻ്റെ കൺസിസ്റ്റൻസി. എന്നിട്ടൊരു 10 മിനിറ്റ് ഇത് അടച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ടൊരു കടായി ചൂടാക്കി അതിലേക്ക് 1 സ്പൂൺ നെയ്യ്, 1 ഏത്തക്ക പഴുത്തത് ചെറുതായിട്ട് അരിഞ്ഞത്, തേങ്ങ ചിരകിയത് 1/2 കപ്പ്, കുറച്ച് ശർക്കരപ്പൊടി 1/2 കപ്പ്, ഏലക്കാപ്പൊടി, ചുക്കുപൊടി, ജീരകപ്പൊടി എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം വെള്ളം തിളച്ചാവി വന്നതിന് ശേഷം പുട്ടുപാത്രത്തിൽ ആദ്യം തേങ്ങ, പിന്നെ മാവ്, അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഉണ്ടാക്കിയ കൂട്ട്, പിന്നെ വീണ്ടും മാവ് ഇതുപോലെ നിറച്ച് വെച്ച് പുട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. 10 മിനിറ്റ് ആവി വന്നാൽ മതിയാകും. പുട്ട് നല്ലതുപോലെ വെന്ത് കിട്ടും. വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഈ പുട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. താങ്ക് യു.